അട്ടപ്പാടി മുള്ളി വനമേഖലയിൽ കടുവ സെൻസസിന് പോയ വനം വകുപ്പ് ജീവനക്കാരൻ മരിച്ച നിലയിൽ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവാണ് മരിച്ചത്. കാട്ടാനയെ കണ്ട് ഓടിയതോടെയാണ് ഇയാൾ കൂട്ടം തെറ്റിപ്പോയത്. വിവരങ്ങളുമായി ഗൂഗിൾ VS ചേരുന്നു. ഗൂഗിൾ, എപ്പോഴായിരുന്നു മരണം സ്ഥിരീകരിക്കുന്നത്? എന്താണ് ഇപ്പോൾ കാരണമായി കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ? അതായത് രാവിലെയാണ് കടുവ സെൻസസിനായി അട്ടപ്പാടിയിൽ നിന്നൊരു സംഘം യാത്ര തിരിക്കുന്നത്. ഇവർ വനത്തിനുള്ളിൽ പോകുന്നു, പരിശോധിക്കുന്നു. ഇതിനിടയിലാണ് ഈ കാട്ടാന സെൻസസിന് പോയവരെ ആന ഓടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ മുള്ളി വനമേഖലയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. അവിടെ വെച്ച് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് ഓഫീസറായിരുന്ന കാളിമുത്തുവിനെ ഈ ആന ഓടിപ്പിക്കുന്നതിനിടയിൽ വെച്ച് കാണാതായി. പിന്നീട് ഈ സംഘം ആറാത്തി സംഘത്തെ വിവരം അറിയിക്കുന്നു. ആറാത്തി സംഘം വന്ന് പരിശോധിക്കുമ്പോൾ എന്നതിനിടയിലാണ് കാളിമുത്തുവിനെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഈ കാട്ടാന സംഘത്തെ ഓടിപ്പിച്ചു. അതിനിടയിൽ കാളിമുത്തു അടക്കമുള്ള സംഘം ഓടി മാറി. ഇതിനിടയിൽ ആകെ പിന്നീട് ആന പോയതിനു ശേഷമാണ് ഈ സംഘം ആ പ്രദേശത്തേക്ക് പോകുന്നത്. അപ്പോഴൊന്നും തന്നെ അവിടെ കാളിമുത്തുവിനെ കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നീട് വ്യാപകമായി നടത്തിയ തിരച്ചിലിൽ ഇയാളെ കാണാതായി. പലതവണ വിളിച്ചു ചോദിച്ചു. അപ്പോഴൊന്നും തന്നെ ഇയാളെ കാണാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ വ്യാപകമായി ഇയാളെ തിരയുകയും അതിനിടയിലാണ് ഇദ്ദേഹം മരിച്ചു കിടക്കുന്നതായി കണ്ടത്. മൃതദേഹം ഇപ്പോൾ അഗളി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. മറ്റെന്തൊക്കെ വിവരങ്ങൾ കൂടുതലായി അറിയാൻ കഴിയുന്നുണ്ട്? കാരണം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റ് പോയ ഉദ്യോഗസ്ഥർ, കൂടെ പോയ മറ്റു ഉദ്യോഗസ്ഥർ എല്ലാവരും തലനാടിലേക്ക് രക്ഷപ്പെട്ടു എന്നാണോ മനസ്സിലാക്കുന്നത് ഗൂഗിൾ? അതായത് പുതൂർ സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ള ഉദ്യോഗസ്ഥരാണ് ഇവർ. കടുവ സെൻസസ് ബ്ലോക്ക് നമ്പർ 12 അതിൽ സെൻസസിനായിട്ടാണ് ഇവർ പോയത്. ഈ വനമേഖലയിൽ ഇവർ പ്രവേശിക്കുകയും ഇവർ ഈ പ്രദേശത്ത് തന്നെ പരിശോധിക്കുകയുമാണ്. ഇതിനിടയിലാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായത്. നെല്ലിപ്പതി സ്വദേശിയാണ് ഈ മരിച്ച വനം വകുപ്പ് ജീവനക്കാരനെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും കടുവ സെൻസസിന് വ്യാപകമായി തന്നെ ഉദ്യോഗസ്ഥർ പലരും വനമേഖലയിലൊക്കെ തന്നെ രാവിലെ മുഴുവൻ അതിന്റെ തിരക്കിലും ജോലിയിലും ഒക്കെയാണ്. അതിനിടയിൽ ഇടയ്ക്ക് കടുവ സെൻസസിന് പോയ ഉദ്യോഗസ്ഥരെ കാണാതാകുന്ന സംഭവങ്ങളൊക്കെ തന്നെ അട്ടപ്പാടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ കാട്ടാനെ ഓടിച്ചപ്പോൾ ഇദ്ദേഹം കൂട്ടം തെറ്റിപ്പോയി എന്നുള്ളതാണ് കരുതിയിരുന്നത്. അതനുസരിച്ചാണ് ആറാത്തി സംഘത്തെ വിവരം അറിയിച്ചിരുന്നത്. പിന്നീട് നടത്തിയ വ്യാപക തിരച്ചിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്.